ഹലോ, ട്രാവൽ ആൻഡ് ടേസ്റ്റി ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങോട്ടാണ് പോണേന്നല്ലേ? മീൻ വാങ്ങാനാണ്. ഇന്നലെ നമ്മൾ ഫ്രഷ് ഹോമിൽ നിന്ന് മീൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടും. അത് വാങ്ങാൻ ഗേറ്റിലേക്ക് പോവാണ്. നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു. നമ്മുടെ പേരൊക്കെ നോക്കി മീൻ എടുത്തു തരാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങിയത് വീട്ടിലേക്ക് പോവാണ്. മത്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. 1 കിലോ മത്തിയാണ് ഓർഡർ ചെയ്തത്. 1 കിലോ മത്തിക്ക് 197 രൂപയാണ്. എൻ്റെ പൊന്നോ, നാട്ടിലൊക്കെ 1 കിലോ കിട്ടും. മത്തിക്കുട്ടനെ ഉപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. കറി വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് മീൻ വാങ്ങാൻ പോയത്. ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ സവോള, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ച് ചൂടാക്കിയതിലേക്ക് ഓയിലൊഴിക്കുന്നു. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതൊന്ന് നോക്കുമ്പോൾ സവാള ഇട്ട് കൊടുക്കണം. തക്കാളിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു കുടംപുളി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബേബി പാട്ടും പാടി പാത്രം തലയിൽ വെച്ച് തുള്ളിക്കൊണ്ട് കിടക്കുവാണേ. കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ചു വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചാൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇത്തിരി കടുകൊന്ന് പൊട്ടുമ്പോൾ ഇത്തിരി ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് ഇത്തിരി മുളക് പൊടി മുപ്പിച്ച് നേരെ കറിയിലേക്ക് വയ്ക്കുക. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭംഗിക്ക് 2 കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാം. ലിയബേബി കറിയുടെ ഉപ്പൊക്കെ നമുക്ക് അവിടെ വന്ന് നിൽക്കുകയാണ്. ഉപ്പില്ലാന്നൊക്കെയാണ് പറയണത്. എന്നാ ശരി, ടാറ്റ ബൈ ബൈ, സീ യു.